ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചക്കക്കുരുവും വെള്ളരിക്കയും ഉണക്കച്ചെമ്മീനും ചേർത്തിട്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ കറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിതിനു വേണ്ടി 1 കപ്പ് വെള്ളരിക്ക കുറച്ച് വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ 1 കപ്പ് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ഉണക്കച്ചെമ്മീൻ. അപ്പോൾ ചെമ്മീൻ ഞാൻ വറുത്തതിന് ശേഷം അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളതാണിത്. ചെമ്മീൻ ഞാൻ ഈ കറിയിൽ ലാസ്റ്റ് വറുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളരിക്കയുടെയും ചക്കക്കുരുവിൻ്റെയും കൂടിയിട്ട് വേവിച്ചിട്ടും ഈ കറി ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ടേസ്റ്റ് ചെമ്മീൻ വറുത്തിട്ട് ചേർക്കുമ്പോഴാണ്. ഇനി കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1.5 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം കഷ്ണങ്ങൾക്ക് ലെവലായിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി കുക്കർ അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം. ഈ സമയം ഇതിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ഞാനിതിനു വേണ്ടി 6 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. പിന്നെ തേങ്ങ ഒരുപാട് പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തരുതരിപ്പായിട്ടൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചക്കക്കുരും വെള്ളരിക്കയൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഗ്രേവിക്ക് വേണ്ടി 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കറി ഒരുപാട് ലൂസാക്കി എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കുറുകിയിട്ടിരിക്കുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിലെ ചക്കക്കുരുവൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഉടച്ചങ്ങ് പേസ്റ്റ് പോലെ ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. കഷ്ണങ്ങളൊന്നും അധികം ഉടഞ്ഞു പോവാതെ അതുപോലെ തന്നെ ഇരിക്കുമ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. കറിയിൽ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം കറി ഒന്ന് തിളക്കാൻ വെക്കാം. കറി ഇപ്പോൾ ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ 1-2 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് നല്ല പാകത്തിന് റെഡിയായിട്ടുണ്ട്. ഈ സമയത്ത് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം. പിന്നെ ഈ കറി തണുക്കുന്നതിനനുസരിച്ച് കുറച്ചുകൂടി കുറുകി വരും. ചെമ്മീൻ ഞാനിവിടെ നല്ലപോലെ കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളം പോകുന്നതിന് വേണ്ടി ഒരു ടിഷ്യൂ പേപ്പറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചീനച്ചട്ടിയിൽ 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെമ്മീനും വറ്റൽമുളകും ഒക്കെ നല്ല പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ചെമ്മീൻ വറുത്ത് കറിയിലേക്ക് ഒഴിച്ചപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കറി തണുക്കുന്നതിനനുസരിച്ച് നല്ല ടേസ്റ്റും ആയിരിക്കും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ തനി നാടൻ രീതിയിലുള്ള ചക്കക്കുരുവും വെള്ളരിക്കയും ഉണക്കച്ചെമ്മീനും ചേർത്തിട്ടുള്ള കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.